ഹലോ എൻ്റെ പൊന്നടാവേ, ഇന്നലെ സച്ചിൻ്റെ അടുത്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി രാത്രി പോയിട്ട് എൻ്റെ പൊന്നടിയ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നസീബ ബഷീർ വന്നു. നസീബ ബഷീർ ദ ഗ്രാൻഡ് എൻട്രി നടത്തി. നസീബ ബഷീർ വന്നങ്ങ് കയറി കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഇതൊക്കെ ആയിട്ട് അതിനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി ഓരോന്നിൻ്റെ പുറകിൽ എന്നെ കളിയാക്കാനാണ്. അങ്ങ് 1 by 1 ഇങ്ങനെ പുറകെ തഗ്ഗടിക്കാന്ന് പറയും. എൻ്റെ മോനെ, തഗ് എന്ന് പറഞ്ഞാൽ ഇജാതി തഗ്. പുള്ളിക്കാരത്തി അവിടെ വന്നേ പിന്നെ, നസീബ വന്നേ പിന്നെ അവിടെ ഒരു മനുഷ്യൻ ചിരിക്കാതിരുന്നില്ല. ചിരിച്ച് ചത്ത്. ഒരാൾക്കൊരു ശ്വാസം വലിക്കാൻ പോലും സമയം കൊടുക്കണ്ടായിരുന്നില്ല. ഒരാൾ ഒരു ചിരി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് തലയൊക്കെ താഴ്ത്തിയിട്ടൊന്ന് ബ്രീത്ത് എടുക്കാതെ വിചാരിക്കുമ്പോൾ പുള്ളിക്കാരത്തി ചാടി കയറി ഒന്ന് അടുത്തതടിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാണുക, ഞാൻ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ നന്ദൊക്കെ ഇരുന്ന് കമന്ന് കിടന്നൊക്കെ ചിരിക്കുക. എല്ലാവരും ഫുള്ളിതായിട്ട് ഇന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ തഗ്ഗൊക്കെ കേട്ട് എനിക്കാണെങ്കിൽ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കഴിക്കാൻ പറ്റുന്നുണ്ടോ? കഴിക്കുന്നതിനൊക്കെ ചിരിക്കുമല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്തിരുന്നിട്ട് എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് വരില്ല. അതിൻ്റെ ചുറ്റും പുറവും ഞാൻ ഇരുന്ന് എല്ലാവരും നോക്കും. എല്ലാവരും ഇരുന്ന് ഭയങ്കര ചിരിയും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവളെൻ്റെ മോനെ തഗ്ഗിൻ്റെ മേളിൽ തഗ്ഗ്, നമ്മൾ ഈ കോമഡി സ്റ്റാർസൊക്കെ കാണല്ലേ, അല്ലെങ്കിൽ പിഷാരൻ്റെ പരിപാടിയൊക്കെ കാണല്ലേ, അതേ മോഡിൽ ഒരെണ്ണം പറയും, അതിൻ്റെ പുറകെ എടുത്തത് പറയും. ഇങ്ങനെ പറഞ്ഞ് ഫുൾ സ്ട്രെച്ചിൽ രാത്രി മൊത്തം ഇരുന്ന് എല്ലാവരും ചിരിക്കുമായിരുന്നു. അവൾ ഭയങ്കരമായ രീതിയിൽ ഇത്രയും തഗ്ഗ അവളടിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. നസീബ എന്താ ഇതെവിടെയായിരുന്നു? എന്നെ കളിയാക്കിയതാണ്, മെയിനായിട്ട് എന്നെ കളിയാക്കിയതാണ്. അതാണ് വേറെ പോയിന്റ്. എന്നെ കളിയാക്കുക എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നതിനെ കളിയാക്കി വിട്ടതാണ്. ഞാൻ ഇന്ന് വേറെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചൊക്കെ പറയാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ കാര്യം പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. നിശി അത്രയ്ക്കുണ്ടായിരുന്നു ഇന്നലെ. ഞാനതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, മെസ്സേജ് ഞാൻ ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം അമ്മ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. നസീബ പ്ലീസ്, ഞാൻ പോസ്റ്റ് ചെയ്തോട്ടെ. നസീബ പറയൂ. നസീബിനെ കൊണ്ട് നമുക്ക് പറയാം. നോട്ടെ എൻ്റെ പൊന്നട, ഞാൻ പിന്നെയും ഉണ്ടല്ലോ ഇന്നത്തെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നസീബ ബഷീർ പറഞ്ഞു, വാ ഭയങ്കര കിടുക്കൻ തഗ് മയം. ഞാനത് കേട്ടിട്ടുണ്ടല്ലോ, ഇംപ്രസ്ഡായി നസീബയുടെ വർക്ക്. നസീബ തഗ്ഗടിക്കുന്ന കണ്ടിട്ട് ഞാൻ ഇംപ്രസ്ഡ് ആയി. ഞാൻ ഇന്നലെ തന്നെ ആലോചിച്ചതായിരുന്നു, ഞാൻ ദിവസം നിന്നിട്ട് ഗ്രാൻഡായിട്ട് നസീബയുടെ ഒരു പ്രപ്പോസൽ അങ്ങ് വച്ച് കാച്ചിയാലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരത്തിനെ കുറച്ച് ഡയലോഗ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല. അന്നേരം എന്തോ സംഭവിച്ചതാണ്. പുള്ളിക്കാരനിക്ക് അത്രയും സാധനം എവിടെ നിന്നൊക്കെയോ വന്നു. പിന്നെ പഴയ നസീബയായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതിന് മുതിർന്നില്ല. അതാണ് സംഭവിച്ചത്. ഇത് ആ ഒരു ദിവസം ഉണ്ടല്ലോ, എനിക്ക് എന്നും എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല ദിവസങ്ങളുടെ ഇതിൽ അത്രയും ചിരിച്ച ദിവസങ്ങൾ വേറെ ഭയങ്കര കുറവായിരിക്കും. അങ്ങനത്തെ ഡേയ്സ് ഒക്കെ മാർക്ക് ചെയ്തിടണം എന്നെനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് ആ ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇത് വീഡിയോ കിടക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കണം, ഇന്ന ദിവസമായിരുന്നു അത് സംഭവിച്ചത്. അത്രയും സന്തോഷം ഉണ്ടായ സമയമായിരുന്നു. കുറച്ച് കളയുമ്പോൾ നമ്മളതൊക്കെ മറന്നു പോയി കഴിയുമ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ എനിക്ക് മാത്രമല്ല അന്നേരം അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇത് ഓർക്കാൻ പറ്റും, ഓർമ്മ വരും. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർമ്മ വരും. അന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഓർക്കും. എല്ലാവർക്കും ഒരു മെമ്മറിയാണ്. സോ അങ്ങനെയാണ് ഞാൻ ഇന്നലെ ഞാൻ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട് ആ മറ്റേ പാട്ട്, അവന്റെ പേരൊന്നൊരു ഹനുമാൻ കൈനിന്റെ പുതിയ പാട്ടുണ്ടല്ലോ, റണ്ണി നമ്പറുണ്ട്.
എന്റെ പൊന്നടാ, ഞാനത് കേട്ടു. ഞാൻ ആദ്യം മുതലേ അത് കേട്ട് ഇനിയിപ്പോ എനിക്ക് അത് വലിയ രസമായിട്ട് കേൾക്കാനൊരു രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്രയ്ക്ക് രസമുണ്ടെന്ന് എനിക്ക് തോന്നിയേയില്ല. പക്ഷെ എല്ലാരും, ഞാൻ ഇപ്പൊ എടുക്കുമ്പോ എപ്പോഴും എല്ലാരും അത് ഭയങ്കര സംഭവമായിട്ട് പറയുന്നു. അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അത്ര സംഭവമായെന്ന്. എനിക്ക് അത്ര രസമായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് പറയുന്നു. എന്തിന് ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇന്റർനാഷണൽ മറ്റേ ആദ്യത്തെ പാട്ടൊക്കെ ഹിറ്റാക്കിയ കുറെ ടീമുണ്ടല്ലോ ഇന്റർനാഷണൽ മറ്റേ യൂട്യൂബ് ചാനലിലൊക്കെ ഉള്ളത്. അവന്മാരൊക്കെ എടുത്തിട്ട് വാട്ടറോ ഇത് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. ഞാനിത് കുറെ പേരുടെ അടുത്ത് ചോദിച്ചു. എല്ലാരും പറഞ്ഞത്, ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞത് അതത്ര കേൾക്കാൻ രസമില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ അറിയാൻ പാടില്ല കേട്ടോ. പണ്ട് എന്റെ ഫാദർജി പറയായിരുന്നു, നമ്മൾ പുതിയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ അത് ഇതൊക്കെയാണ് ഒരു പാട്ട്, അതൊക്കെ ഞങ്ങളുടെ കാലത്തെ പാട്ട്, അതിനായിരുന്നു ഇതുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ കാലത്തുള്ള പാട്ടുകളെ കുറിച്ച് പറയായിരുന്നു. ഇനി അതുപോലെ തന്തവൈബായി മാറുന്നതാണോ എന്നെനിക്കറിയില്ല. ഇതിപ്പോ പുതിയ തലമുറയുടെ പാട്ട് ഇങ്ങനെയാണോ എന്നെനിക്കറിയില്ല. ഇനി അതുകൊണ്ടാണ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തത് എന്നറിയില്ല. ഇപ്പൊ പുതിയ ഇതിലുള്ള ന്യൂജൻ കുട്ടികളുടെ അടുത്തും ചോദിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു ആ പാട്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിപ്രായം, നിങ്ങൾക്ക് ആ പാട്ടിനെ കേട്ടിട്ട് ഒരു ഇഷ്ടമുള്ള എന്ന് വെച്ചാൽ കേൾക്കാനൊരു രസമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു? എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ പറയാന്ന് വിചാരിച്ചതായിരുന്നു ഇന്ന്. അപ്പോഴാണ് ഇന്നലെ അതിലും വലിയ കാര്യം സംഭവിച്ചത്. നസീബ ബഷീർ ഈ വീഡിയോ തൂക്കിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ നസീബ ഇത് തൂക്കിയത് കൊണ്ട് എനിക്കിത് പറയാതെ പോകാൻ പറ്റില്ല. ഞാൻ അപ്പൊ അതുകൊണ്ട് അതും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അപ്പോ എനിക്ക് പോവാൻ ടൈമായി. ഇതൊക്കെ ഉണ്ടാക്കി കഴിയുന്നവരെ നിങ്ങളെ പിടിച്ചു നിർത്തണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇന്നത്തെ എന്റെ തോട്ട്സ് ഷെയർ ചെയ്തിരിക്കുന്നു. ഞാൻ പോകുന്നു.